2011 VS അച്യുതാനന്ദൻ സർക്കാർ തുടർഭരണം നേടും എന്ന് അന്നത്തെ ചില റിപ്പോർട്ടുകളും ചില അഭിപ്രായ സർവേകളുമൊക്കെ വ്യക്തമാക്കിയിരുന്നു. അതായത് അതുവരെയുണ്ടായിരുന്ന VS സർക്കാരിൻ്റെ കൃത്യമായ ജനങ്ങൾക്ക് വേണ്ടിയുള്ള നടപടികൾ, അതുപോലെ തന്നെ മൂന്നാർ ദൗത്യം, അതുപോലെ അദ്ദേഹത്തിൻ്റെ സുതാര്യ കേരളം ദൂരദർശനിലൂടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആ പരിപാടിയൊക്കെ തന്നെ വലിയ ജനകീയത നേടിയിരുന്നു. അത് തകർക്കാനായിട്ട്, അല്ലെങ്കിൽ 2011 UDF സർക്കാരാണ് അധികാരത്തിൽ വന്നത്, ഉമ്മൻചാണ്ടിയായിരുന്നു. അപ്പം 2011 VS അച്യുതാനന്ദൻ വരാതിരിക്കാനായിട്ട്, അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയാകാതിരിക്കാൻ, അല്ലെങ്കിൽ CPM നയിക്കുന്ന LDF വരാതിരിക്കാനായിട്ട് പല കളികളും CPMൽ തന്നെ പലരും കളിച്ചു എന്നുള്ള ഒരു സൂചനയാണ് കഴിഞ്ഞ ദിവസം മുൻ IAS ഉദ്യോഗസ്ഥൻ കൂടിയായ K. സുരേഷ് കുമാർ നൽകിയത്. തീർച്ചയായിട്ടും ഇത് പരിശോധിക്കേണ്ട വിഷയമാണ്. രാഷ്ട്രീയമായ ഇടപെടലുകളൊക്കെ തന്നെ വെട്ടിനിരത്തലും ഇടപെടലുകളും ഒതുക്കലുകളുമൊക്കെ അന്നേയുണ്ട്. ഒരു പിണറായി പക്ഷത്തിൻ്റെ, അല്ലെങ്കിൽ പിണറായിസത്തിൻ്റെ തുടക്കം അവിടെ നിന്നാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനു മുന്നേ തുടങ്ങിയതാണ്. VS സർക്കാരിന് 2011 ഭരണം കിട്ടാതിരിക്കാൻ അന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ശ്രമിച്ചു. 13 മണ്ഡലങ്ങളിൽ തോൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ സ്ഥാനാർത്ഥികളെ നിർത്തി. ഇതൊക്കെ അന്നേ തുടങ്ങിയ കളികളാണ്. ഇക്കാര്യം VS തന്നെയാണ് തന്നോട് പറഞ്ഞത് എന്നും സുരേഷ് കുമാർ വെളിപ്പെടുത്തുന്നു. മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ VS നിയോഗിച്ച ദൗത്യസംഘത്തിൽ അംഗമായിരുന്ന സുരേഷിന്റെ VSനൊപ്പം എൻ്റെ ദിനങ്ങൾ എന്ന പുസ്തകത്തിലാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. CPIയുടെ നേതൃത്വത്തിൽ വൻ പണപ്പിരിവ് നടക്കുന്നു എന്ന വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് VS മൂന്നാർ കയ്യേറ്റം തിരിച്ചുപിടിക്കാൻ ഇറങ്ങിയത്. കയ്യേറ്റം നിരീക്ഷിക്കാൻ മന്ത്രിസഭയിലെ ബിനോയ് വിശ്വം, KP രാജേന്ദ്രൻ എന്നിവരെ ചുമതലപ്പെടുത്തിയെങ്കിലും അവർ കൃത്യമായി പ്രവർത്തിച്ചില്ല. മൂന്നാർ ടൂറിസ്റ്റ് ഹോം എന്ന ഹോട്ടലിന് മുന്നിലെ സ്ലാബ് പൊളിക്കാൻ മണ്ണുമാന്തി എത്തുമ്പോൾ അത് CPI ഓഫീസാണെന്ന് പറഞ്ഞിരുന്നില്ല. ദൗത്യത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ CPMഉം CPIയും ചേർന്ന് VSനെ വരിഞ്ഞു മുറുക്കുകയായിരുന്നുവെന്നും സുരേഷ് കുമാർ വെളിപ്പെടുത്തുന്നു. VS അച്യുതാനന്ദന്റെ പല പ്രവർത്തികളിലും നമുക്കറിയാം. പണ്ട് അദ്ദേഹത്തെ ഇലക്ഷന് നിർത്താതിരിക്കാൻ കളിച്ച കളി, 2006 ആ മനുഷ്യൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കാൻ കളിച്ച കളി, അവസാനം ജനങ്ങളെതിരാകും എന്ന് മനസ്സിലായപ്പോഴാണ് മലമ്പുഴയിൽ കൊണ്ടു നിർത്തിയത്. ഇതൊക്കെ കളികൾ അന്നേ തുടങ്ങിയതാണ്. VS അച്യുതാനന്ദനെ വെട്ടിനിരത്തുകയും ഒതുക്കുകയും അതുപോലെ തന്നെ പൊതുവേദികളിൽ, പാർട്ടി സമ്മേളനങ്ങളിൽ അദ്ദേഹത്തെ പരിഹസിക്കുകയും അദ്ദേഹത്തെ പല രീതിയിൽ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനും ഒക്കെ പിണറായി വിജയൻ ശ്രമിച്ചതായുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അന്നേ തുടങ്ങിയ ഈ ഒതുക്കലുകൾ ഇന്നും തുടരുന്നു. അന്ന് VS എന്ന ഒരു മഹാവൃക്ഷത്തെ ഒതുക്കാൻ ഈ പിണറായി വിജയന് സാധിച്ചു എങ്കിൽ, രാഷ്ട്രീയമായിട്ടായാലും വ്യക്തിപരമായിട്ടായാലും സാമൂഹ്യപരമായിട്ടായാലും ഒതുക്കാൻ പിണറായി വിജയന് സാധിച്ചുവെങ്കിൽ, ഇപ്പോൾ അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്ന അപ്പോൾ KN ബാലഗോപാലിനെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ തന്നെ ഒതുക്കാനും PA മുഹമ്മദ് റിയാസിനെ ഉയർത്തിക്കൊണ്ടുവരാനുമൊക്കെ പിണറായി വിജയന് ഒരു പൂ പറിച്ച് കളയുന്നത് പോലെ എളുപ്പമായ കാര്യങ്ങളാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എല്ലാവരെയും ഒതുക്കി ഒരു ശക്തിയായി മുമ്പോട്ട് പോകുന്നു. ഇനിയിപ്പോൾ തനിക്ക് ശേഷം മരുമകൻ വരണം എന്ന് അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി പോലും കണക്കാക്കാതെ മരുമകൻ വരണം എന്ന് പറഞ്ഞ് മരുമകന് വേണ്ടി കളിക്കുന്നു. മരുമകനെ കേന്ദ്ര കമ്മിറ്റി അംഗമാക്കി, ഇനി പ്രതിപക്ഷ നേതാവാക്കിയും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയും ഒക്കെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ നടക്കുകയാണ്. VS വരാതിരിക്കാൻ 13 സ്ഥാനാർത്ഥികളെ നിർത്തി തോൽപ്പിക്കാൻ ശ്രമിച്ചു. എന്തെല്ലാം കളികളാണ് കളിച്ചത്. ഇതൊക്കെ അന്നേ നിരവധി പേർ, അന്ന് രാഷ്ട്രീയ നിരീക്ഷകനായിരുന്ന അഡ്വക്കേറ്റ് A. ജയശങ്കർ അടക്കം ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഇത് തുടരും എന്നുള്ളതാണ്. CPM ഇത്രയും അധപ്പതിച്ച ഒരു പാർട്ടിയായി, ഇത്രയും തരംതാണ ഒരു പാർട്ടിയായി, രാഷ്ട്രീയമായി ഒരു ഏകാധിപത്യവും സ്വേച്ഛാധിപത്യവും മാത്രം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു പാർട്ടിയായി മാറി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നേതൃമാറ്റമെന്നോ ആ മാറ്റമെന്നോ ഈ മാറ്റമെന്നോ വല്ലതും പറഞ്ഞു ചെന്ന് കഴിഞ്ഞാൽ, കാരണം പിണറായി വിജയന് വേണ്ടി കുഴലൂതുന്ന വ്യക്തിയാണ് MP ഗോവിന്ദൻ മാസ്റ്റർ. അപ്പം ഇദ്ദേഹത്തെയൊക്കെ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് പാർട്ടി പ്ലീനം നടക്കുകയും അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്നതാണ് ഒരു രാഷ്ട്രീയ സത്യം.